ഹലോ, അസ്സലാമു അലൈക്കും. കുറേ നാളായി വീഡിയോ ചെയ്തിട്ട്, അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. ഞങ്ങൾ ഓട്ടം പോയതാണ്. അപ്പോൾ കഫീലിൻ്റെ ഒരു ഓട്ടം പോയി, അത് കഴിഞ്ഞ് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ മക്ക ഹറമിൻ്റെ അടുത്തായിരുന്നു പോയത്. അപ്പോൾ അവിടുന്ന് വരുന്ന വഴി ഇവിടുത്തെ ടണലിൽ ഇവിടെയാണ് കൂടുതൽ യാത്ര. ടണലുണ്ട് ഇവിടെ, ഒരു 4-5 ടണലുണ്ട് ഇവിടെ. അപ്പോൾ അതിലൂടെ ഉള്ളൊരു യാത്ര അപ്പോൾ നിങ്ങളോട് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ അങ്ങനെ ഒരുപാട് കാഴ്ചകളെല്ലാം കണ്ട് ഇങ്ങനെ പോവുക. ഞങ്ങളെ സ്ഥലത്തിൻ്റെ പേര് കാൽദിയാന്ന് പറയും, മക്കത്ത് കാൽദിയയിൽ. ഞാൻ വർക്ക് ചെയ്യുന്നത് ശരിക്ക് ജിദ്ദയിലാണ്, ജിദ്ദ ഫൈസലിയയിൽ. പക്ഷേ ഞാൻ ഹജ്ജിൻ്റെ ടൈമായി കഴിഞ്ഞാൽ മക്കത്ത് ഒരു മാസം ഞാൻ മക്കത്താണ് ഞങ്ങളുടെ മാഡത്തിൻ്റെ വീടുള്ളത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം ഓട്ടം ഉണ്ടാവും. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കഫീലിൻ്റെ മാഡത്തിൻ്റെ ഓട്ടോ, എന്തെങ്കിലും സാധനം വാങ്ങാനോ അല്ലെങ്കിൽ മാഡത്തിന് എവിടെയെങ്കിലും പോകാനോ ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഓട്ടോ ഉണ്ടാവും, അത്രയും ഉണ്ടാവും. വേറെ ഇപ്പോൾ ഈ പ്രാവശ്യം അൽഹംദുലില്ലാ ഇതുവരെ അങ്ങനെ വലിയ ഓട്ടോ ഒന്നും വന്നിട്ടില്ല, അതുകൊണ്ട് പിന്നെ അങ്ങനെ ടെൻഷനില്ല. അപ്പോൾ ഇപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് നൈറ്റിൽ എനിക്കൊരു ഓട്ടം ഉണ്ട്, മക്കയിൽ നിന്ന് ജിദ്ദയിലേക്ക് ഒരു ഓട്ടം പോകാനുണ്ട്. അപ്പം അതൊരു 8:30 മണി 9 മണി അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ അത് ജിദ്ദയിൽ കൊണ്ടുവിടണം, മക്കത്ത് നിന്ന് എടുത്തിട്ട് ജിദ്ദയിലേക്ക് കൊണ്ടുവിടണം. അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ മക്കത്തേക്ക് വരും. അപ്പോൾ ഇവിടുത്തെ സൗദിയിലെ ഒരുപാട് ആളുകൾ ചോദിച്ചിനേനും ഹൗസ് ഡ്രൈവർ ജോബ് എങ്ങനെയാണ്, കഷ്ടപ്പാടുണ്ടോ എല്ലാം ചോദിച്ചിനേനും. കഷ്ടപ്പാടുണ്ടോയെന്ന് ചോദിച്ചാൽ പിന്നെ നമ്മൾ എത്തിപ്പെടുന്ന വീടുകൾ എങ്ങനെയാണോ അതുപോലെയാണ് നമ്മുടെ കഷ്ടപ്പാട്. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ജോലി നമ്മൾ എന്തായാലും എടുക്കണം, അതേത് പണിയായാലും നമ്മൾ എടുക്കണം. പക്ഷെ ആ എടുക്കുന്ന വീട് നമുക്ക് കറക്റ്റ് ശമ്പളം തരുന്നു. അതുപോലെ നമുക്കിപ്പോൾ സാധാരണ നിലയിൽ നമ്മളെ കഫീലന്മാർ നല്ലതായിരിക്കണം, ഗിറുഗിർ ഉണ്ടാകാൻ പാടില്ല. ഗിറുഗിർ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവില്ല, അങ്ങനെയുള്ള ആളുകളോട് നമുക്കൊരു വെറുപ്പ് വരും. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഹൗസ് ഡ്രൈവർ പണി എടുക്കുമ്പോൾ വല്ലാത്ത മുഷിപ്പ് തോന്നും. അൽഹംദുലില്ലാ ഞാനിപ്പോൾ ഈ പണിയിൽ വന്നിട്ട് 2.5 വർഷം കഴിഞ്ഞ്. എനിക്ക് അൽഹംദുലില്ലാ ഇതുവരെ വന്ന ടൈമിൽ ഒരു മാസം വരെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. പിന്നെ വലിയ ശമ്പളം ഇല്ലെങ്കിൽ അൽഹംദുലില്ലാ എന്ന് തന്നെ പറയാം. കാരണം സൗദീനെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ഒരു 14 വർഷമായി പ്രവാസിയായിട്ട്, ടോട്ടൽ ദുബൈയിലും അതേപോലെ ഖത്തറിലും എല്ലാം ആയിട്ട്. സൗദിയിലിപ്പോൾ പിന്നെ 2ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വന്നത്. അപ്പോൾ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇവിടെ അൽഹംദുലില്ലാ കുഴപ്പമില്ല. കാരണം ഇവിടുത്തെ പൈസക്ക് ബർക്കത്തുണ്ട്. പിന്നെ ഞാനിപ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ വൈഫിനെയും മോളെയും അൽഹംദുലില്ലാ ഇവിടെ ഉംറയും ചെയ്യാൻ കൊണ്ടുവന്ന് ഉംറ ചെയ്ത് മദീനത്ത് പോയി. അൽഹംദുലില്ലാ അവരെ ഞാൻ 3 മാസം ഇവിടെ വിസിറ്റിംഗ് കൊണ്ടുവന്ന് അവരെ നാട്ടിലേക്ക് അയച്ചു. അതുതന്നെ ഏറ്റവും വലിയ ഹയർ. അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് സൗദിയിലെ വിശേഷങ്ങൾ. അപ്പോൾ ഒരുപാട് ആളുകൾ എന്നോട് പിന്നെ ഹൗസ് ഡ്രൈവർ ജോബ് ഉണ്ടോയെന്ന് ചോദിച്ചിന്. ഹൗസ് ഡ്രൈവർ ജോബ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ എൻ്റെ ബ്രദറിന് വേണ്ടിയിട്ട് ഞാൻ കുറേ നാളായി അന്വേഷിക്കുന്നത്, കിട്ടിയിട്ടില്ല. കാരണം പുതിയ വിസ എടുക്കുന്നില്ല ആരും. കൂടുതൽ ആളുകളും പിന്നെ സൗദിയിൽ തന്നെ ഉള്ള ആളുകളെ, അതായത് തനാസൽ എടുത്തിട്ടാണ് ഇവിടുന്ന് തന്നെ എടുക്കുന്ന ആളുകളാണ് കൂടുതലുള്ളത്.
പിന്നെ പിന്നെന്ന് വെച്ചാൽ ഡ്രൈവറെ പണി കിട്ടുകയെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ അറബികൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്.